Hi students, welcome to today's chemistry class Atomic Structure. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റൂദർഫോർഡ്സ് ആറ്റോമിക് മോഡലാണ് പഠിക്കുന്നത്. ഏൺസ്റ്റ് റൂദർഫോർഡ് അദ്ദേഹം ജെ തോംസൺ എന്ന സയന്റിസ്റ്റിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ആരാണ് ജെ തോംസൺ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇലക്ട്രോണൊക്കെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ ആറ്റത്തിന്റെ ഒരു ഡ്രോബാക്സ് എന്തായിരുന്നു? അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റി കറക്റ്റായിട്ട് പറയാൻ സാധിച്ചില്ല. അതായത് ന്യൂക്ലിയസ് ഒന്നും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. തന്മൂലം നമ്മുടെ റൂദർഫോർഡ് കുറച്ചും കൂടെ സ്റ്റഡീസ് അതിനെപ്പറ്റി നടത്തി. അദ്ദേഹം ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ശ്രദ്ധിക്കുക, ഹി ഡിസ്കവേർഡ് ന്യൂക്ലിയസ് ഡെൻസ് പോസിറ്റീവ് ചാർജ് ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം. ന്യൂക്ലിയസിന്റെ പ്രത്യേകത പറയാണ് ഡെൻസ് പോസിറ്റീവ് ചാർജ് ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം. നമുക്കറിയാം, ഓരോ കാര്യങ്ങളും സയൻസിൽ കണ്ടുപിടിക്കുമ്പോൾ അത് എക്സ്പെരിമെന്റ് നടത്തി വേണം കണ്ടുപിടിക്കാൻ. റൂദർഫോർഡ് പെർഫോം ദ ഫേമസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ നടത്തിയാണ് റൂദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഏണസ്റ്റ് റൂദർഫോർഡ് പ്രൊപ്പോസ്ഡ് ന്യൂക്ലിയർ മോഡൽ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിനകത്ത് ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ പതിപ്പിച്ചു. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈ എനർജി പാർട്ടിക്കിൾ ആണ്. അത് ഈ ആൽഫ പാർട്ടിക്കിളിന് രണ്ട് പോസിറ്റീവ് മാസും 2 പോസിറ്റീവായിട്ടുള്ള യൂണിറ്റും 4 ആറ്റോമിക് മാസുമാണുള്ളത്. ഈ ഹൈ എനർജി ആൽഫ പാർട്ടിക്കിള് ഗോൾഡ് ഫോയിൽ പ്രത്യേകത തിൻ ഗോൾഡ് ഫോയിലാണ്. അവിടെ പതിക്കുമ്പോൾ സ്കാറ്ററിംഗ് നടക്കുന്നു ആൽഫ പാർട്ടിക്കിളിന്. ഈ ഗോൾഡ് ഫോയിലിന്റെ ചുറ്റും ഒരു സർക്കുലർ ആയിട്ടുള്ള ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉണ്ട്. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിലോട്ട് ഈ സ്കാറ്ററിംഗ് നടക്കുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഒരു ലൈറ്റ് ഫ്ലാഷ് ഉണ്ടാകുന്നു. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Rutherford's beam alpha particle through gold foil and detect them as flashes of light or scintillation on a screen. When alpha particle collide on the screen, it scintillates. അതായത് ഒരു ബീം ഓഫ് ലൈറ്റ്, നല്ല പ്രകാശം അവിടെ ഉണ്ടാകുന്നു. ഗോൾഡ് ഫോയിൽ വാസ് ഓൺലി 0.0004 സെന്റിമീറ്റർ തിക്ക്, മീനിങ് എ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് ആറ്റം തിക്ക്. ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിൽ പതിപ്പിക്കുന്നു. അത് സ്കാറ്ററിംഗ് നടത്തി നമുക്ക് അതിൽ നിന്ന് ആ ബീം ഓഫ് ലൈറ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ പതിക്കുന്നത് മൂലം നമുക്ക് അതിൽ നിന്ന് ഓരോ അനുമാനങ്ങൾ നടത്താവുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഗോൾഡ് ഫോയിലിനെ തിരഞ്ഞെടുത്തത്? വേറെ പല ആറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റലാണ്, ഹെവി ആറ്റമാണ്. അതിന്റെ ന്യൂക്ലിയസ് ഹെവി ആയതുകൊണ്ട് സ്കാറ്ററിങ് നല്ലപോലെ നടക്കും. അതുകൊണ്ടാണ് ഗോൾഡിന് ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ആറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഒബ്സർവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് സ്ട്രെയിറ്റ്. ആൽഫ പാർട്ടിക്കിൾസ് മജോറിറ്റിയും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, തടസ്സങ്ങളൊന്നുമില്ലാതെ പോകുന്നു. എന്നാൽ ചില ആൽഫ പാർട്ടിക്കിൾസിന് സ്മോൾ ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊരു ആൽഫ പാർട്ടിക്കിൾ ആണ്, അതിന് സ്മോൾ ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അത് ആരുടെ അടുത്ത് നിന്നപ്പോഴാണ്? ഈ ന്യൂക്ലിയസ് ആറ്റത്തിന്റെ നടുക്കൂടെ ചെല്ലുമ്പോഴാണ്, നടുക്കിന്റെ അടുത്ത് വരുമ്പോഴാണ് സ്മോൾ ഡിഫ്ലക്ഷൻ നടക്കുന്നത്. അതുപോലെ ലാർജ് ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ലാർജ് ഡിഫ്ലക്ഷൻ തെന്നി തെറിച്ചങ്ങ് പോണ പോലെ. ടേൺഡ് ബാക്ക്, ചില ആൽഫ പാർട്ടിക്കിള് ടേൺഡ് ബാക്ക്, നേരെ പുറകോട്ട് പോകുന്നു. ഇതിന് കാരണം നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒബ്സർവേഷൻ എല്ലാം കണ്ടപ്പോൾ റൂദർഫോർഡ് ചില അനുമാനങ്ങളിലെത്തി. അതെന്താണ് നമുക്ക് നോക്കാം. മോസ്റ്റ് ആൽഫ പാർട്ടിക്കിൾ പാസ് സ്ട്രെയിറ്റ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. സം ഓഫ് ദ പാർട്ടിക്കിൾ ഡീവിയേറ്റഡ് അറ്റ് സ്മോൾ ആംഗിൾസ്. എ ഫ്യൂ വെയർ സ്കാറ്റേർഡ് അറ്റ് ലാർജ് ആംഗിൾസ്. വെരി ഫ്യൂ ബൗൺസ് ബാക്ക് ടുവേഴ്സ് ദ സോഴ്സ്. അതാണ് ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ ഇതാണ് നമ്മൾ കണ്ട ഒബ്സർവേഷൻസ്. എന്നാൽ നമ്മൾ വിചാരിച്ചിരുന്ന ഒബ്സർവേഷൻ എന്താന്ന് ചോദിച്ചാൽ എല്ലാ ആൽഫ പാർട്ടിക്കിളും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ അങ്ങ് പോകും.
കാരണം നമ്മൾ ജെ തോംസന്റെ ആറ്റം മോഡൽ എന്തായിരുന്നു? ഒരു സ്പെറിക്കൽ ഷേപ്പ് ആറ്റം മോഡലായിരുന്നു ജെ തോംസൺ ഡിറൈവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് പോസിറ്റീവ് പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. ഈ പോസിറ്റീവ് പാർട്ടിക്കിൾസ് എങ്ങനെ നിൽക്കുമ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം നമുക്ക് നേരെ അങ്ങ് പോകുമെന്നായിരുന്നു ഓർത്തോണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള റിസൾട്ട് എന്താ വന്നിരിക്കുന്നത്? ചില സ്ഥലത്ത് മാത്രം ഡീവിയേഷൻ, ചിലയിടത്ത് നേരെ അങ്ങ് പോകുന്നു. ആ ഡീവിയേഷന് കാരണം എന്തായിരിക്കും? അതായത് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. പോസിറ്റീവ് ചാർജുള്ള എന്തോ ഒരു സാധനത്തിൽ, എന്തോ ഒരു സ്പീഷ്യസിൽ ചെന്ന് തട്ടിയപ്പോഴാണ് അതിന് ഡീവിയേഷൻ സംഭവിച്ചത്. Most of the positively charged bullets pass right through the gold atoms in the sheet of gold foil without changing. Some of the positively charged bullets, ഏതാണ് പോസിറ്റീവ്ലി ചാർജ് ബുള്ളറ്റ്സ്? നമ്മുടെ ആൽഫ റേസിന്റെ കാര്യം പറയാണ്. However, did bounce away from the gold sheet as if they had hit something solid. എവിടെയാണ്ടോ ചെന്ന് തട്ടി തിരിച്ചങ്ങ് പോണ പോലെ ഒരു ഒബ്സർവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. Rutherford know that positive charge repel positive charge. ഈ തട്ടി തിരിച്ചു പോകുന്നതിന് കാരണം എന്തായിരിക്കും? വികർഷണമാണ്. എന്തിന്റെ വികർഷണം? ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവാണെന്നറിയാം. അതുകൊണ്ട് റൂദർഫോർഡ് പറഞ്ഞു പോസിറ്റീവ് ചാർജ് റിപ്പൽ പോസിറ്റീവ് ചാർജ്. തന്മൂലമാണ് ആൽഫ പാർട്ടിക്കിള് തട്ടി തിരിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. This could only mean that the gold atoms in the sheet were mostly open space. Atoms were not a pudding filled with a positively charged material. നമ്മുടെ ജെ തോംസൺ പറഞ്ഞ പോലെ അല്ല ആറ്റത്തിന്റെ ശരിയായ മാതൃക. ജെ തോംസൺ പറഞ്ഞത് എന്തായിരുന്നു? ഒരു പുഡിംഗ് ഷേപ്പാണ് വിത്ത് എ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റീരിയൽസ്. Rutherford concluded that an atom had a small, dense, positively charged center that repelled his positively charged bullets. ആറ്റത്തിന് ജെ തോംസന്റെ പോലെയുള്ള പോസിറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, സ്പെറിക്കൽ ഷേപ്പ് അല്ല. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ആറ്റത്തിനും എ സ്മോൾ ഡെൻസ് പോസിറ്റീവ് ചാർജ് സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ദാറ്റ് റിപ്പൽ ഹിസ് പോസിറ്റീവ്ലി ചാർജ് ബുള്ളറ്റ്സ്. പോസിറ്റീവും കൂടെ വരുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ റിപ്പൽഷൻ വന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. Most of the positively charged bullets pass right through the gold atoms in the sheet of gold foil without changing course at all. മിക്ക പോസിറ്റീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിളും നേരെ അങ്ങ് കടന്നുപോയി. Some of the positively charged bullets, however, did bounce away from the gold sheet as if they had hit something solid. ഇതാണ് നമ്മൾ കണ്ടത്. ദ സെന്റർ ഓഫ് ആറ്റത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ് ഉള്ള സെന്റർ ആറ്റത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദ ന്യൂക്ലിയസ് ഈസ് ടൈനി കമ്പയർഡ് ടു ദ ആറ്റം ആസ് എ ഹോൾ. ഇത് നമ്മുടെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നടുക്ക് നിൽക്കും ആറ്റത്തിന്റെ. ഗോൾഡ് ആറ്റത്തിനകത്ത് ഓപ്പൺ സ്പേസ് കൂടുതലുണ്ട്. ആറ്റംസ് വെർ നോട്ട് എ പുഡിംഗ് ഫിൽഡ് വിത്ത് എ പോസിറ്റീവ്ലി ചാർജ് മെറ്റീരിയൽ. Rutherford concluded that an atom had a small, dense, positively charged center that repelled his positively charged bullets. ആ പോസിറ്റീവ് സെന്ററിനെയാണ് നമ്മൾ പുതിയൊരു കണ്ടുപിടുത്തമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് സെന്ററിലാണ് നിൽക്കുന്നത്. ആ സെന്ററിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. ഇവിടെ ഈ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാ. ഇപ്പൊ നമുക്ക് ഈ ആറ്റത്തിനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനോട് ഉപമിക്കുക. ആറ്റം ആ ഫുട്ബോൾ ഗ്രൗണ്ടിന് നടുക്ക് ആ ഫുട്ബോൾ കൊണ്ട് വെക്കുമ്പോൾ ഉള്ള ആ സൈസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ന്യൂക്ലിയസിന് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് വരണം. ന്യൂക്ലിയസ് വളരെ ചെറിയൊരു സ്പീഷ്യസ് ആണ്. ഇദ്ദേഹം റൂദർഫോർഡ് ഈ എക്സ്പെരിമെന്റ് നടത്തി ഒബ്സർവേഷൻ കണ്ടു. നമ്മുടെ ഏതിന്റെ ഒബ്സർവേഷൻ ആണ്? നമ്മുടെ ആൽഫ റേസിന്റെ ആ പാത്ത് അത് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി. അതനുസരിച്ച് പറയുകയാണ്, an atom has a tiny dense positively charged core called nucleus. പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഡെൻസ് ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ട്. അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഓൾ ദ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ്. അവിടെയാണ് മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെഗറ്റീവ് പാർട്ടിക്കിൾസ്
നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ പറയുന്നതാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും കടന്നാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്. ഇലക്ട്രോൺ കറങ്ങുന്ന ആ പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. ഓർബിറ്റ്സ് ഓർക്കുക, പുതിയൊരു ടേം കൊണ്ടുവരാണ് ഓർബിറ്റ്സ്. എന്താണ് ഓർബിറ്റ്സ്? നമ്മുടെ ഇലക്ട്രോണിന്റെ സഞ്ചാര പാതയാണ് ഓർബിറ്റ്സ്. ഈ ഇലക്ട്രോൺ എവിടെ കിടന്ന് ഏതിന്റെ ചുറ്റുമാണ് കിടന്ന് കറങ്ങുന്നത്? ന്യൂക്ലിയസ് നടുക്കൊണ്ട്. ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്? ഡെൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കോറിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കറങ്ങുന്നത്. ഈ ഇലക്ട്രോൺ കറങ്ങുന്ന ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓക്കെ, ഓർബിറ്റ്സ്. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയായിരിക്കും കാണുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. ഇനി there is a electrostatic force of attraction between electrons and nucleus. ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിനെ ഒരുമിച്ച് കൂട്ടുന്നത് കാരണം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഒരു 3 പോസ്റ്റുലേറ്റ്സ് ഓർത്തിരിക്കുക. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഇതാ പറയുന്നത്. an atom has a tiny dense positively charged core called a nucleus. Negative particle called electrons. Negative particle revolve around the nucleus in orbits. There is an electrostatic force of attraction between electrons and a nucleus. അതാണ് അവയെ കൂട്ടി യോജിപ്പിക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഈ 3 കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം റൂദർഫോർഡിനെ പറ്റി പറയുമ്പോൾ. നമുക്കൊരു വീഡിയോ കാണാം. Rutherford's alpha scattering experiment. The credit for the discovery of the nucleus of an atom goes to a British physicist, Lord Ernest Rutherford. Shown here is the diagrammatic view of the famous gold foil experiment conducted by Lord Rutherford. The radioactive source, rich in alpha particles, was kept in a thick lead block with a narrow opening. The alpha particles were confined to a narrow beam by passing them through a lead sheet with a slit. An extremely thin foil of gold was bombarded with these fast-moving alpha particles. The scattered alpha particles were detected using a rotatable detector, which has a microscope and a screen coated with zinc sulfide. The whole experimental setup was placed in an evacuated chamber to prevent scattering by the air molecules. These striking particles caused scintillations on the screen. Based on the observations, Lord Rutherford deduced these conclusions. As most of the alpha particles pass through the gold foil without any deflection, most of the space within the atoms is empty. As some of the alpha particles were deflected by large angles, they must have approached some positively charged region responsible for the deflection. This positively charged region is called the nucleus. As very few alpha particles experienced the deflection, it was concluded that the volume occupied by the nucleus is very small. Since alpha particles, which are comparatively denser, were deflected by the nucleus, it shows that almost the complete mass of the atom must be within the nucleus. ഇപ്പം നമ്മൾ കണ്ടത് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. എന്തായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം മനസ്സിലാക്കി തന്നു, ഒരു ആറ്റത്തിന്റെ മജോറിറ്റി സ്പേസും എം ടി ആയിരിക്കും. നടുക്കായിട്ട് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിലായിരിക്കും മാസ് ഇരിക്കുന്നത്. ആ മാസിൽ ചെന്ന് തട്ടുന്ന കാരണമാണ് ആൽഫ റേസ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകുന്നതിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. Rutherford postulates. Rutherford reasoned that all of an atom positively charged particles were contained in the nucleus. The negatively charged particles were scattered outside the nucleus around the atom edge. ഇതാണ് റൂദർഫോർഡിന്റെ ന്യൂക്ലിയസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് നടുക്ക്, ഇലക്ട്രോൺസ് ചുറ്റും നിൽക്കുന്നു. ന്യൂക്ലിയർ മോഡൽ, ഡെൻസ് പോസിറ്റീവ് ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഇതാണ് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ്. പ്രോട്ടോൺസ് പോസിറ്റീവ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്.
ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ റൂദർഫോർഡ് പ്രപ്പോസ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നമുക്ക് സോളാർ സിസ്റ്റത്തിനോട് ഉപമിക്കാം. ജസ്റ്റ് ലൈക്ക് ദ സോളാർ സിസ്റ്റം, ദ ന്യൂക്ലിയസ് ലൈസ് ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം ആൻഡ് ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ഇൻ ദെയർ ഓർബിറ്റ്സ്. സോളാർ സിസ്റ്റം പോലെ നമ്മുടെ ന്യൂക്ലിയസ് നടുക്ക് നിൽക്കുന്നു, ഗ്രഹങ്ങള് ചുറ്റും കറങ്ങുന്നു അല്ലെ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നു. ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ്, സോളാർ സിസ്റ്റമാണ് കമ്പയർ ചെയ്തിരിക്കുന്ന റൂദർഫോർഡിന്റെ ആറ്റോമിക് മോഡല്. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സോളാർ സിസ്റ്റവും റൂദർഫോർഡ് ആറ്റം മോഡലും. ഓക്കെ, കമ്പയർ ചെയ്യുക, മനസ്സിലാക്കുക. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റൽസിലായിട്ട് കറങ്ങുന്നു. ഇലക്ട്രോൺസിന്റെ സഞ്ചാരപാതയാണ് ഓർബിറ്റ്സ്. നമ്മള് റൂദർഫോർഡിന്റെ തിയറി അനുസരിച്ച് പഠിച്ചു, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The revolution of the electron in a circular orbit is not expected to be stable. നമ്മളിങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അത് ആ ആറ്റം സ്റ്റേബിൾ ആണോ എന്നൊരു സംശയം. The model created by Rutherford had still some serious discordance. According to the classic science, electron moving around the nucleus or the planetary model of atom is unstable. Because in the planetary model of atom, the electron should radiate energy and finally fall into the nucleus. അതായത് നമുക്ക് ഈ മോഡൽ അനുസരിച്ച് ഒരു സംശയം വരുവാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിലോട്ട് തിരിച്ച് താഴോട്ട് പതിക്കത്തില്ലേ എന്നൊരു സംശയം. നമുക്ക് തന്നെയാണേലും ഒരു ഉദാഹരണം പറയാം. ഒരു ആ കുട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് ഓടുവാണെങ്കിൽ അതിന്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് അത് കുഴഞ്ഞു വീഴും അല്ലെ. അതുപോലെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇലക്ട്രോണിന്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ടിട്ട് അത് ന്യൂക്ലിയസിലോട്ട് ചെന്ന് പതിക്കത്തില്ലേ? അതൊരു അൺസ്റ്റെബിലിറ്റി അല്ലേ കാണിക്കുന്നത്. ഇതിന്റെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉയർന്നു വന്നു റൂദർഫോർഡിന്റെ ആറ്റം മോഡലില്. ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ, അതായത് ലിമിറ്റേഷൻ. Rutherford does not obey the Maxwell theory of electrodynamics. According to it, a small charged particle moved around in oppositely charged center continuously loses its energy. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ. എനർജി നഷ്ടപ്പെട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് താഴോട്ട് പതിക്കുന്നു, ന്യൂക്ലിയസിലോട്ട് പോകുന്നില്ലേ എന്നാ. If an electron does so, it should also continuously lose its energy and should set up spiral motion. Rutherford could not explain how the moving electron could remain in its orbit. അതൊരു ലിമിറ്റേഷൻ ആണ്. റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല ഹൗ ദ മൂവിങ് ഇലക്ട്രോൺ കുഡ് റിമെയിൻ ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. എങ്ങനെയാണ് അത് സ്റ്റേബിൾ ആയിട്ട് പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനർജി നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിലോട്ട് പതിക്കുന്നതിന് പകരം പിന്നെയും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കാരണം പറയാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. Especially when it was charged particle and therefore it could accelerate due to its movement. Finally, moving closer to the nucleus and drop into it. The atom would not be stable, which in turn would mean that matter would not be composed of unstable atoms. ഇതാണ് റൂദർഫോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിലേക്ക് പതിക്കത്തില്ലേ എന്നുള്ള ആ ക്വസ്റ്റിന് ആൻസർ തരാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. അതൊരു മെയിൻ ഡ്രോബാക്ക് ആണ്. അന്നേരം സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. നമുക്ക് റൂദർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചല്ലേ. അന്നേരം ഒരു സയൻസിലെ ഒരു നാഴികക്കല്ലാണ്, ആറ്റോമിക് സ്ട്രക്ചറിലെ ഒരു നാഴികക്കല്ലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ റൂദർഫോർഡിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. താങ്ക്സ് റൂദർഫോർഡ് ഫോർ യുവർ കോൺട്രിബ്യൂഷൻസ് ഇൻ സയൻസ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി ന്യൂക്ലിയസിനെ പറ്റി റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനകത്ത് അല്ലെ. ന്യൂക്ലിയസിൽ ആരാണ് താമസിക്കുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടിച്ചേർന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റർ ആയിട്ട് ന്യൂക്ലിയസ് മാറിയിരിക്കുകയാണ്. ഇവിടെ
ഇവിടെ ആറ്റത്തിനകത്തെ സബ് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇത്രയും ഈ 3 പേരും കൂടെ കൂടി ചേർന്നാണ് ആറ്റം നിർമ്മിച്ചിരിക്കുന്നത്. The nucleus and structure of the atom. Atoms are made of 3 kinds of particles: electrons, protons and neutrons. അതിന്റെ റിലേറ്റീവ് ചാർജും റിലേറ്റീവ് മാസും എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ -1 പ്ലസ് റിലേറ്റീവ് മാസ് +1 ആണ്. പ്രോട്ടോൺ റിലേറ്റീവ് ചാർജ് +1. അതുപോലെ ന്യൂട്രോണ് റിലേറ്റീവ് ചാർജ് 0 ആണ്. ന്യൂട്രൽ ആണെന്ന് പഠിച്ചായിരുന്നു. പ്രോട്ടോൺ +1ഉം ഇലക്ട്രോൺ -1ഉം. അതിന്റെ റിലേറ്റീവ് മാസും ഒബ്സർവ് ചെയ്യുക. 1835 പ്രോട്ടോണിന്റെ, 1837 ന്യൂട്രോണിന്റെ. റിലേറ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ 1 ആണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. The structure of the atom. The protons and neutrons are present in the nucleus. ഇവര് ആറ്റത്തിൽ 3 പേരല്ലേ? എവിടെയാണ് ഇവര് താമസിക്കുന്നത് നമുക്ക് നോക്കാം. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടി ചേർന്ന് ന്യൂക്ലിയസിൽ സ്ഥിരതാമസമാക്കിയിരിക്കുക. ഇലക്ട്രോൺസ് ആർ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് ഇൻ ദ ഇലക്ട്രോൺ ക്ലൗഡ്. ഇലക്ട്രോൺസ് പുറത്താണ്. നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഭയങ്കര കൂട്ടുകാര്. അവർ ഒരുമിച്ച് ന്യൂക്ലിയസിൽ താമസമാക്കി. ന്യൂക്ലിയസ് സെന്റർ ഓഫ് ദ ആറ്റം. ഹോം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഹാസ് എ പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസിനെ പറ്റി നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു കൺസെപ്റ്റ്, നല്ല കൺസെപ്റ്റ് വരണം. അതൊരു വീടാണ്. ആരുടെ വീടാണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ വീടാണ്. ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ പ്രോട്ടോണിനെ പറ്റി പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹാസ് എ റിലേറ്റീവ് മാസ് ഓഫ് 1u. ഹാസ് എ പോസിറ്റീവ് പ്ലസ് ചാർജ് പ്ലസ് ആണ്. ഡിറ്റർമിൻസ് ദ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രോട്ടോൺ. ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്താണ് താമസം. ചുമ്മാ പുറത്തൂടെ ഒന്നും നടക്കത്തില്ല. എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്ന ആളാണ് പ്രോട്ടോൺ. ഇനി പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ? ഹൗ ആർ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ റിലേറ്റഡ്? പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ എണ്ണം അറിയാമെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ആറ്റം ആണെങ്കിൽ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ അറിയാൻ സാധിക്കും. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്ന വേറൊരു പേരാണ് നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ മാസ് നമ്പർ തരുന്നു. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകത്തുകയാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു, പിന്നെ ന്യൂട്രോൺ, ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറും പ്രോട്ടോണും അറിയാമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അറിയാം, ഇവിടെ 3 പേരും കൂടി ഇരിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും നടുക്ക് ന്യൂക്ലിയസിൽ ഇരിക്കുന്നു. ചുറ്റും ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. The number of protons in an atom is referred to as its atomic number. Atomic number സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന Z എന്ന സിമ്പിൾ വെച്ചാണ് Z. Elements are defined by the number of protons they possess. The atomic number of hydrogen is 1. ഏറ്റവും ചെറിയ ആറ്റമാണ് നമ്മുടെ ഹൈഡ്രജൻ 1. മാസ് നമ്പർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആരൊക്കെയാ മാസ് നമ്പർ? പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടി ഉള്ള തുകയാണ്. The mass of an atom resides in its nucleus. ന്യൂക്ലിയസിലാണത് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. Mass of an atom is practically due to protons and neutrons alone. Therefore, mass number of an atom is the sum of neutrons and protons present in the nucleus of an atom. For hydrogen, its mass number is 1 unified mass, 1. നമുക്കൊരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യണം. കെമിക്കൽ സിമ്പിൾ ഓഫ് ഇലമെന്റ് എക്സ് ആണ് വെച്ചോ. എക്സ് ഏതെങ്കിലും ഒരു ഇലമെന്റ് കേട്ടോ. മാസ് നമ്പർ എന്ന് പറയുന്നതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിനകത്ത് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എ ഇസഡ് പ്ലസ് എൻ. വാട്ട് ഈസ് ഇസഡ്? ഇസഡ് എന്ന് പറഞ്ഞതാണ് ആറ്റോമിക് നമ്പർ. എൻ ന്യൂട്രോൺ, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് എ മാസ് നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ആറ്റോമിക് നമ്പർ ഇസഡ്. ആറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. എന്നാൽ നമുക്ക് ഒരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ മുകളിലും താഴെയുമായിട്ട് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിരിക്കുന്നു. ഇനി എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ നമ്പറാണ്. ഇവിടെ എലമെന്റ് ആണ് എക്സ്. മാസ് നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്നു, ആറ്റോമിക് നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു.
മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്നും കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യം കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. അന്നേരം നല്ലപോലെ മനസ്സിലേക്ക് ഇത് തറച്ചു വെക്കണം. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസഡ് കൊണ്ടാണ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓക്സിജൻ ആറ്റത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്സിജന്റെ മുകളിൽ മാസ് നമ്പർ 16 എന്ന് കൊടുത്തിരിക്കുന്നു. താഴെ പ്രോട്ടോൺ നമ്പർ ആറ്റോമിക് നമ്പർ ആണ് 8 എന്ന് കൊടുത്തിരിക്കുന്നു. അന്നേരം നിങ്ങൾ പഠിക്കുകയാണ് ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാവുന്ന? മാസ് നമ്പർ 16 എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. മാസ് നമ്പർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ആൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാം? 16 മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ 8. അന്നേരം നമുക്ക് മാസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു number of neutron that is equal to mass number minus number of proton that is equal to 8. ഇവിടെ പ്രോട്ടോൺ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ 8 എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആറ്റോമിക് നമ്പർ ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം. ഈച്ച് ഓക്സിജൻ ആറ്റം ഹാസ് 8 പ്രോട്ടോൺസ്. എല്ലാ ഓക്സിജൻ ആറ്റത്തിനും 8 പ്രോട്ടോൺ ഉണ്ട്. As the number of electron is equal to the number of proton in an atom, each oxygen atom contains 8 electrons. Same ആണെങ്കിൽ അത് ആറ്റോമിക് നമ്പർ that is equal to number of electrons. P that is equal to E, number of proton that is equal to number of electrons. നമ്മളിവിടെ ഏത് എലിമെന്റിന്റെയും കെമിക്കൽ സിമ്പിൾ നമ്മൾ എഴുതാൻ പഠിക്കണം. ഓക്സിജൻ ആണെങ്കിൽ 8, 16. 8 എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറും 16 എന്ന് പറയുന്നത് മാസ് നമ്പറും ആണല്ലേ? അന്നേരം ഇതിൽ നിന്ന് എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഈ സിമ്പിൾ മാത്രമേ തരത്തുള്ളൂ. അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം അതിനകത്ത് എത്ര ന്യൂട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്ക് കെമിക്കൽ സിമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 3 ആറ്റത്തെ കാണിക്കുകയാണ്. 1H1 പ്രോട്ടിയം എന്ന് പറയും, പ്രോട്ടിയം. അടുത്താണ് 1H2 ഡ്യൂട്ടീരിയം. അടുത്താണ് ട്രിഷ്യം 1H3. എന്തായിരിക്കും അവിടെ നിങ്ങൾ സെയിം ആയിട്ട് കാണുന്നത്? ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ വ്യത്യാസമാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഇവ ഐസോടോപ്പ് എന്ന് പറയും. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ആറ്റംസ് തന്നെയാണ്, വിച്ച് ഹാവ് ഡിഫറെന്റ് മാസ് നമ്പേഴ്സ് ബട്ട് സെയിം ആറ്റോമിക് നമ്പർ. ഇവിടെ പ്രത്യേകത ഓർക്കുക, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് വിച്ച് ഹാവ് ഡിഫറെന്റ് മാസ് നമ്പേഴ്സ് ആണ് 1, 2, 3 എന്ന് കാണിക്കുന്നത്. പ്രോട്ടീനത്തിന്റെ 1 ആണ് മാസ് നമ്പർ, ഡ്യൂട്ടീരിയം 2, ട്രിഷ്യം 3. ബട്ട് സെയിം ആറ്റോമിക് നമ്പർ 1 ആണ് ഇവിടെ എല്ലാം ഉള്ളത്. ഈ ആറ്റോമിക് നമ്പർ സെയിം ആകുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം അതിനകത്ത്. അതുകൊണ്ടാണ് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ്. ദർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സിമിലർ ബട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആകാൻ കാരണം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അന്നേരം നമ്മളിവിടെ ഒരു ഐസോടോപ്പ് എന്നുള്ള ടേം ആണ് പഠിക്കുന്നത്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് which have different mass numbers but same atomic number. Okay, എക്സാമ്പിൾ ചോദിച്ചാൽ പറയണം പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1H1, 1H2, 1H3. 3 isotopes of hydrogen ആണ്. Isotopes are atoms of the same element which contain the same number of protons but different number of neutrons. Okay, എന്തായാലും നമ്മള് സെയിം നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആകാൻ എന്തായിരിക്കും കാരണം? അവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം പഠിക്കാവുന്നത് ഐസോടോപ്സ് ആർ ദ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ. ഓക്സിജന്റെ നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്സ് കണ്ടല്ലേ? അന്നേരം ഓക്സിജന്റെ ഐസോടോപ്പ് നമുക്ക് കാണാം. ഓക്സിജൻ സെയിം ഓക്സിജന്റെ 3 ഐസോടോപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ആറ്റോമിക് നമ്പർ എല്ലാം 8. ഇനി മാസ് നമ്പർ 16, രണ്ടാമത്തെ ഓക്സിജന് 17, മൂന്നാമത്തെ ഓക്സിജന് 18. ഇവിടെ 16 ഓക്സിജന് മാസ് നമ്പർ 16 വരുന്നിടത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 8. നമ്പർ ഓഫ് ന്യൂട്രോൺ 8. ഇനി 8 അടുത്ത ഓക്സിജൻ 17. 17നകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ?
മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ 17 മൈനസ് ആറ്റോമിക് നമ്പർ 8. ഇതിൽ എത്രയാണ്? 9. നമ്പർ ഓഫ് ന്യൂട്രോൺ മാറി, 9 ആയി. ഓക്സിജൻ മാസ് നമ്പർ 18 ഉള്ളടുത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ 18 മൈനസ് ആറ്റോമിക് നമ്പർ 8, 10. എന്നിട്ട് നിങ്ങൾ ഈ 3 ആറ്റത്തിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 8, 9, 10 എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഐസോടോപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാസ് നമ്പർ അല്ലേ. എന്നിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് 3 ഐസോടോപ്പ് ആരുടെയാണ്? ഓക്സിജന്റെ ഐസോടോപ്പിനെയാണ് കാണുന്നത്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആയതുകൊണ്ട് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ബട്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ ചെറുതായിട്ട് മാറ്റമുണ്ട്, എന്നാൽ സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അടുത്ത ഐസോടോപ്പും കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ. കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇവിടെ എല്ലാം സെയിം ആറ്റോമിക് നമ്പർ ആണ്, 6 ആണ് ആറ്റോമിക് നമ്പർ. നമുക്ക് കാർബൺ 12ന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 6 ന്യൂട്രോൺ ആണ്. കാർബൺ 13നകത്ത് 7 ന്യൂട്രോൺ ആണ്. കാർബൺ 14നകത്ത് 8 ന്യൂട്രോൺ ആണ്, 8 ന്യൂട്രോൺ. ഇതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് ഐസോടോപ്സ് ഓഫ് സം എലമെന്റ്സ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ബോറോണിന് 2 ഐസോടോപ്പ്, ബോറോൺ 10ഉം ബോറോൺ 11ഉം. അവിടെ പ്രോട്ടോൺ 5 ആണ്, 2 എണ്ണത്തിലും. ന്യൂട്രോണിനാണ് വ്യത്യാസം, 5ഉം 6ഉം. ആറ്റോമിക് മാസ് ബോറോൺ 10ന് 10.012 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബോറോൺ 11ന് 11 സംതിങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആറ്റോമിക് മാസ് വ്യത്യാസപ്പെടുന്നു അല്ലെ. നമ്പർ ഓഫ് ന്യൂട്രോൺസും വ്യത്യാസമുണ്ട്, എന്നാൽ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആണ്. ഈ കാർബൺ 12ഉം കാർബൺ 13ഉം ആറ്റോമിക് നമ്പർ 6, ന്യൂട്രോൺ 6, 7ഉം. ആറ്റോമിക് മാസും ഡിഫറെന്റ് ആണ്. ഓക്സിജൻ 3, ഓക്സിജൻ 16, 17, 18 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രോട്ടോൺ സെയിം 8 ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺ. ന്യൂട്രോണിന് 8, 9, 10 എന്നുള്ള വ്യത്യാസം വന്നിരിക്കുന്നു. ഇവരെ കൂടാതെ തന്നെ അടുത്ത് വേറൊരു ഐസോടോപ്പ് ഉണ്ട്, ക്ലോറിൻ 35ഉം ക്ലോറിൻ 37ഉം. അതിനകത്ത് ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ് രണ്ടിടത്തും വന്നിരിക്കുന്നത്. ന്യൂട്രോൺസിനാണ് അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം വിവിധ തരത്തിലുള്ള ഐസോടോപ്പുകൾ ഡിഫറെന്റ് ഇലമെന്റ്സിനാണ്. ഈ ഇലമെന്റ്സിനെല്ലാം സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഐസോബാർ. ഇപ്പൊ നമ്മൾ ഏതാ പഠിച്ചത്? ഐസോടോപ്പ് പഠിച്ചല്ലേ. എന്താണ് ഐസോടോപ്പ്? സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഈ ഐസോബാർ എന്ന് പറഞ്ഞാല്, ഐസോബാറിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. കാൽസ്യവും ആർഗണും. കാൽസ്യത്തിനും ആർഗണിനും മാസ് നമ്പർ 40 ആണ് തന്നിരിക്കുന്നത്, 40. അതിന്റെ ആറ്റോമിക് നമ്പർ കാൽസ്യത്തിന് 20ഉം ആർഗണിന് 18ഉം ആണ്. ഇതിനെ ഐസോബാർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഐസോബാർ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. Atoms of different elements with the different atomic numbers which have the same mass number are known as isobars. Atoms of different elements with the different atomic number. Different elements are calcium, argon. നമ്മൾ നേരത്തെ ഐസോടോപ്പ് കണ്ടപ്പോൾ എല്ലാം സെയിം എലമെന്റ്സ് ആണ്. ഏതൊക്കെയായിരുന്നു? ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ, കാർബൺ ആണെങ്കിൽ അതെല്ലാം കാർബണിന്റെ ഐസോടോപ്പ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത് അല്ലേ. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാൽസ്യത്തെയും ആർഗണയും കൂടെ കമ്പയർ ചെയ്ത്, കാൽസ്യത്തിന്റെയും ആർഗണിന്റെയും മാസ് നമ്പർ 40ഉം ആറ്റോമിക് നമ്പർ 20ഉം 18ഉം എന്ന് പറഞ്ഞു. അന്നേരം ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിത്ത് ഡിഫറെന്റ് ആറ്റോമിക് നമ്പേഴ്സ് which have the same mass number are known as isobars. ഓക്സിജനും നൈട്രജനും ഡിഫറെന്റ് എലമെന്റ് ആണ്. മാസ് നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്സിജന്റെ 16, നൈട്രജന്റെ ഇവിടെ 16 ആണ്. ആറ്റോമിക് നമ്പർ സെയിം മാസ് നമ്പർ അല്ലെ. ആറ്റോമിക് നമ്പർ വ്യത്യാസം 8ഉം 7ഉം. Since isobars are atoms of different elements, they have different physical and chemical properties. ഡിഫറെന്റ് എലമെന്റ് ആണ്, അതുകൊണ്ട് അതിന് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. കാരണം എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാറി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാറിയപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിക്കെല്ലാം കാരണം ഇലക്ട്രോൺസിന്റെ ഇതുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമല്ലാത്തത് കൊണ്ട് അവിടെ ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു.
നമുക്ക് അന്നേരം ഐസോടോപ്സിനെയും ഐസോബാറിനെയും ഒന്ന് കമ്പയർ ചെയ്താലോ? ഐസോടോപ്സ് ആർ കെമിക്കലി സെയിം ആൻഡ് ഫിസിക്കലി ഡിഫറെന്റ്. കെമിക്കലി സെയിം ആണ്. എന്തായിരിക്കും കെമിക്കലി സെയിം? സെയിം നമ്പർ ഓഫ് ആറ്റം അല്ലെ, ആറ്റോമിക് നമ്പർ ആണ്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. Isobars are the elements which are chemically different but physically same. Chemically different ആണ് but physically same. Isobar are atoms of different elements having the same atomic mass but different atomic number. Since their number of electrons is different, their chemical properties are different. Number of electrons different ആയതുകൊണ്ട് their chemical properties are different. Example നമുക്ക് പറയാം. ഐസോബാറിന്റെ എക്സാമ്പിൾ ഓക്സിജൻ, നൈട്രജനും. ഓക്സിജന്റെയും നൈട്രജന്റെയും മാസ് നമ്പർ 16, ആറ്റോമിക് നമ്പർ 8ഉം 7ഉം. ഇതിൽ ഐസോബാർ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. ഓക്കെ, ഐസോബാർസ് ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവിംഗ് ദ സെയിം ആറ്റോമിക് മാസ് ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. സിൻസ് ദർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിഫറെന്റ്, അണ്ടർലൈൻ ചെയ്യണം. Since the number of electron is different, their chemical properties are different. എന്തുകൊണ്ടാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ്? ഇലക്ട്രോൺസിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണം. ഐസോബാറും ഐസോടോപ്പിനെ പറ്റി അറിഞ്ഞിരിക്കുമ്പോൾ ഇനി ഐസോട്ടോൺ എന്നൊരു വേർഡ് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഐസോട്ടോൺസ് ആർ ദി എലമെന്റ്സ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള എലമെന്റ്സിനെയാണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ഐസോട്ടോൺസ് ക്ലോറിൻ 37, പൊട്ടാസ്യം 39. ക്ലോറിൻ 37, പൊട്ടാസ്യം 39-നകത്തും 20 ന്യൂട്രോൺ വെച്ച് ന്യൂക്ലിയസിനകത്തുണ്ട്. അതായത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ആണ് ക്ലോറിനകത്തും പൊട്ടാസ്യത്തിനകത്തും ഉള്ളത്. ക്ലോറിൻ 37 എന്ന് ഓർക്കുക, പൊട്ടാസ്യം 39 എന്ന് ഓർക്കുക. അങ്ങനെയുള്ള ഈ എലിമെന്റ്സിനെയാണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഐസോട്ടോൺസിനകത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ഐസോബാറിനകത്ത് സെയിം നമ്പർ ഓഫ് മാസ്. ഐസോടോപ്സിനകത്തോ സെയിം നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ. ഓക്കെ, മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റൂദർഫോർഡിന്റെ ആറ്റം മോഡലും ഒക്കെ മനസ്സിലാക്കി അല്ലേ? എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുന്നതിന് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. God bless you.